വന്യമായൊരു പ്രണയം. സ്റ്റോറി വിദ്യാ നായർ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. പൗർണമി അതും പറഞ്ഞുകൊണ്ട് രാവിലെ അവൾ കാണുവാനിടയായ ഓരോന്നും മാന്യയോട് വിവരിച്ചു. ഓ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഈ ജന്മം ഒരു ഫാമിലി ലൈഫ് നയിക്കില്ലെന്ന് കരുതിയ രാഘവേന്ദ്ര ഭട്ടാദ്രിയുടെ ലൈഫിലേക്ക് ഒരു പെണ്ണോ? നോ, എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല പൗർണമി. അല്ല, ആ പെണ്ണ് ഏതാ? അതേപ്പറ്റി വല്ലതും അറിയോ നിനക്ക്? അല്പനേരത്തെ ആലോചനകൾക്ക് ശേഷം മാന്യ പൗർണമിയെ നോക്കി ചോദിച്ചു. നോ, അവളെ പറ്റിയുള്ള യാതൊരു ഡീറ്റെയിൽസും ആർക്കും അറിയില്ല മാന്യ. അതാ എന്നെയും കുഴപ്പിക്കുന്നത്. അവനെല്ലാം വെൽ പ്ലാൻഡായിട്ടാണ് ചെയ്യുന്നത്. നാളെ മോർണിംഗ് അവൻ അവളുമായി അവൻ്റെ തറവാട്ടിലേക്ക് പോകുന്ന ഇപ്പോൾ അറിയാനായത്. വാട്ട്? അങ്ങനെ വന്നാ നീ? അറിയില്ല മാന്യ. അവൻ്റെ മുത്തശ്ശി അവളെ അംഗീകരിച്ചാൽ പിന്നെ ഒന്നും നടക്കില്ല. അതിനൊക്കെ മുന്നേ അവൾ ആരായാലും അവളെ എനിക്ക് കഴുത്ത് ഞെരിച്ച് കൊല്ലണം. പൗർണമി മാന്യയെ നോക്കി പകയോടെ മുരണ്ടു. ഏയ് കൂൾ പൗർണമി, തറവാട്ടിൽ ആരും അവളെ അംഗീകരിക്കില്ല. നീ ടെൻഷനാവാതിരിക്കുക. തറവാട്ടിലുള്ളവരൊക്കെ ആചാരങ്ങളും ജാതിയും ഒക്കെ നോക്കി ജീവിക്കുന്നവരാ. അതിനിടയിലേക്ക് ഇവളെ പോലെ ഒരുത്തിയെ ഒരിക്കലുമില്ല. അവൻ ഈ പെണ്ണിനെ തള്ളിക്കളയും. അല്ലെങ്കിൽ തന്നെ അതിനൊക്കെയുള്ള കരുക്കൾ എപ്പോഴേ നിൻ്റെ വസുന്ധരാൻ്റി നീക്കിയിട്ടുണ്ടാവും. നീ ടെൻഷനാവാതിരിക്കുക. മാന്യ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി പറയുമ്പോൾ വൃന്ദയെ കൊല്ലാനുള്ള അഗ്നി ഉള്ളിൽ നിറയ്ക്കുമായിരുന്നു പൗർണമി. ഇതേസമയം ചുംബനച്ചൂടിൽ മതിമറന്ന് അവൻ്റെ മാറോട് ചേർന്ന് നിൽപ്പാണ് വൃന്ദ. അവൻ്റെ കൈകൾ അവളിൽ പുതുചിത്രങ്ങൾ ചാർത്തുമ്പോൾ അവൾ അവൻ്റെ മാറോട് ചേർന്ന് നിന്ന് കിതച്ചു പോയിരുന്നു. അടിവയറ്റിൽ അനുഭവപ്പെട്ട അതിശക്തമായ വേദനയിൽ വൃന്ദ തൻ്റെ ഇരു കണ്ണുകളും ഈർഷ്യയോടെ വലിച്ചു തുറന്നു. ഓഹ് അമ്മേ! ബെഡിൽ നിന്നും നിവർന്നിരിക്കുവാൻ തുടങ്ങിയതും വയറിലൊരു കൊളുത്തിപ്പിടുത്തം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അതിൻ്റെ ഫലമായി അവളൊന്ന് ഏങ്ങി കരഞ്ഞുപോയി. ഇതേസമയം തൻ്റെ ചെവിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇയർപ്പാട് വഴി വൃന്ദയുടെ കരച്ചിൽ ചീളുകൾ കേട്ട രാഘവേന്ദ്രൻ്റെ മിഴികളൊന്ന് ചുരുങ്ങി. അവൻ അല്പം വെപ്രാളത്തോടെ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഐപ്പാഡ് വഴി തൻ്റെ റൂമിലെ ദൃശ്യങ്ങൾ ഓരോന്നായി സസൂക്ഷ്മം പരിശോധിക്കാൻ തുടങ്ങി. ഇതേസമയം മാസത്തിലൊരിക്കൽ തന്നെ തേടിയെത്താറുള്ള മാസമുറയിലെ വേദനയാൽ അവൾ ആകെ തളർന്നു തുടങ്ങിയിരുന്നു. ബെഡിലെ തൂവെള്ള വിരിപ്പ് അതിൻ്റെ ഭാഗമായി ചുവപ്പ് വർണ്ണം അണിഞ്ഞു തുടങ്ങി. അവൾ ഒരാശ്രയത്തിനായി ചുറ്റും കണ്ണോടിച്ചു. പെട്ടെന്നാണ് അവളുടെ ഓർമ്മയിലേക്ക് വിച്ചൂട്ടൻ്റെ ഓർമ്മകൾ ഇരച്ചെത്തിയത്. ഇതുപോലെ ഉണ്ടാവാറുള്ള എല്ലാ മാസങ്ങളിലും തനിക്കൊരു താങ്ങും സഹായവുമായി തനിക്കരികിൽ തന്നെ ഉണ്ടാവാറുണ്ടവൻ. എന്നാൽ ഇന്നവൻ എന്നിൽ നിന്നും ഒത്തിരി അകലെയാണ്. ഒത്തിരി അകലെ. ഒന്നവനെ കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരം പോലും തനിക്ക് നിഷേധിച്ചിരിക്കുന്നു ഒരുവൻ. വിച്ചുവിൻ്റെ ഓർമ്മകൾ അവളെ കൂടുതൽ തളർത്തി. ആരും സഹായിക്കാനില്ലാതെ അവൾ ബെഡിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു. അപ്പോഴും വിച്ചുവിൻ്റെ ഓർമ്മയിൽപ്പെട്ടും തൻ്റെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥയെപ്പറ്റി ഓർത്തും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് എന്തോ ഒന്ന് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞു വന്ന് അവളെ ഇറുക്ക പുണർന്നത്. പെട്ടെന്നായതിനാൽ അവൾ നന്നായി പേടിച്ചുപോയി. സോറി. അവൻ അവളുടെ നെറുകയിൽ പതിയെ തലോടിക്കൊണ്ട് പറയവേ അവൾ തെല്ലൊരു പകപ്പോടെ മുന്നിൽ നിന്നിരുന്നവനെ മിഴികൾ ഉയർത്തി നോക്കിപ്പോയി. മുഖം ഉയർത്തി നോക്കിയ വൃന്ദയാകെ ഞെട്ടിപ്പോയി. കണ്ണുകളൊക്കെ നിറച്ച് തനിക്കരികിൽ സങ്കടപ്പെട്ട് നിന്നിരുന്നവനെ കാണി അവൾ തെല്ലൊരു അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നു പോയി. തൻ്റെ വേദനയേക്കാൾ വേദന അന്നേരം അവൻ്റെ മുഖത്തുള്ളതുപോലെ അവൾക്ക് തോന്നിപ്പോയി. എന്തോ വലിയ തെറ്റ് ചെയ്ത മാതിരിയാണ് ആളുടെ നിൽപ്പും ഭാവവും എല്ലാം തന്നെ. അവൻ്റെ കൈകൾ അവളുടെ വയറിനെ ഇടയ്ക്കിടയ്ക്ക് മൃദുവായി തഴുകി തലോടുന്നുമുണ്ട്. അവൻ്റെ കൈയിലെ ചെറു ചൂടിൽ തൻ്റെ വേദനകൾക്ക് അല്പ ആശ്വാസം ലഭിച്ച പോലെ ഒരു വേള അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ അല്പനേരം അവൻ്റെ ശരീരത്തോട് ചേർന്ന് അങ്ങനെ തന്നെ ഇരുന്നു. അവൻ്റെ മാറോരം ചേർന്നിരിക്കുമ്പോൾ വല്ലാത്ത സുരക്ഷിതത്വം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്.
പെട്ടെന്നാണ് അവൻ അവളെ കൈകളിൽ എടുത്തുയർത്തിയത്. സർ, വേണ്ട. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട് അവൾ ആകെ പേടിച്ചുപോയി. അവൾ അവൻ്റെ കൈകളിൽ നിന്നും വേഗം പിടഞ്ഞു മാറുവാനൊരു ശ്രമം നടത്തി. ഷട്ടപ്പ് വൃന്ദ. അവൻ അവളുടെ ചെവിയിൽ തൻ്റെ അധരങ്ങൾ പതിപ്പിച്ചു വച്ചുകൊണ്ട് പറയവേ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതും മനസ്സിലാവാതെ ആ പാവം പെണ്ണ് അവനെ കണ്ണുകൾ മിഴിച്ചു നോക്കിയിരുന്നു പോയി. അവളുടെ കണ്ണുകൾ മിഴിച്ചുള്ള ഇരിപ്പ് കണ്ട് അവനിൽ ആരാലും തിരിച്ചറിയുവാനാവാത്തൊരു പുഞ്ചിരി രൂപപ്പെട്ടു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം കൊടുത്തുകൊണ്ട് അവളെ എടുത്തുയർത്തി ബാത്റൂം ലക്ഷ്യമിട്ട് നടന്നു നീങ്ങി. അവൻ്റെ കാപ്പിക്കണ്ണുകളുടെ മാന്ത്രിക വലയത്തിൽ അടിമപ്പെട്ടു പോയവൾ അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങിയിരുന്നു പോയി. അവൻ അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാട്ടിക്കൊണ്ട് അവളെ ബാത്റൂമിലെ തണുത്ത വെള്ളത്തിലേക്ക് പതിയെ കിടത്തി. ശരീരത്തിലേക്ക് തുളഞ്ഞു കയറിയ തണുപ്പിൽ വൃന്ദയൊന്ന് കിടുങ്ങിപ്പോയി. അവൻ അവളെ നോക്കി ചെറുതായിട്ടൊന്ന് നിശ്വസിച്ചുകൊണ്ട് തൻ്റെ കോട്ട് ഊരി മാറ്റി ഒരു സൈഡിലേക്കിട്ട ശേഷം അവൻ തൻ്റെ ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് തെറുത്ത് കയറ്റി വച്ചുകൊണ്ട് അല്പം പേടിയോടെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവളെ നോക്കി അവളുടെ അരികിലേക്ക് വന്നു നിന്നു. ഇതേ സമയം രാഘവേന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ നന്നായി പേടിച്ചിരിപ്പാണ് വൃന്ദ. കൃഷ്ണ, ഇയാളെന്നെ എന്ത് ചെയ്യാൻ പോവാ? തന്നെ തുറിച്ചു നോക്കി നിന്നിരുന്നവനെ കാണേ വൃന്ദയിൽ ഭയത്തിൻ്റെ തിരമാലകൾ ആഞ്ഞു വീശി. പ്ലീസ്, എന്നെയൊന്നും ചെയ്യല്ലേ, എനിക്ക് വയ്യ. തൻ്റെ ഭയത്തിൻ്റെ ആധിക്യത്തിൽ തൻ്റെ ബോഡിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാവാതെ അവൾ അവന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുപോയി. കൂൾ വൃന്ദ, കരയാതെ, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. രാഘവേന്ദ്രൻ വൃന്ദയുടെ നെറുകയിൽ പതിയെ തലോടി പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെൽഫ് തുറന്ന് സാനിറ്ററി പാഡ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് വൃന്ദയെ നോക്കി. അവളാകട്ടെ അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട് അല്പം ചമ്മലോടെ തല താഴ്ത്തിയിരുന്നു പോയി. അവളുടെ ഇരിപ്പ് കണ്ട് അവന് പാവം തോന്നി. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾക്ക് അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. തൻ്റെ ശരീരത്തിൽ പതിഞ്ഞ അവൻ്റെ കരങ്ങൾ കണ്ട് വൃന്ദയൊരു ഞെട്ടലോടെ അവനെ മിഴികളുയർത്തി നോക്കിപ്പോയി. എന്നാൽ അവൻ്റെ ശ്രദ്ധ മൊത്തം അവളുടെ ഡ്രസ്സിലായിരുന്നു. അവൻ അവളുടെ ടോപ്പിൻ്റെ ഓരോ ബട്ടനായി അഴിക്കാൻ തുടങ്ങി. കാര്യം മനസ്സിലായ അവളൊന്ന് കിടുങ്ങിപ്പോയി. സർ, വേണ്ട, ഞാൻ. നോ വൃന്ദ. അവളുടെ എതിർപ്പ് കണ്ട് അവൻ അവളെ കണ്ണുകൾ കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ ജോലി തുടർന്നു. അവൻ്റെ കണ്ണുകളിലെ ശാസന തിരിച്ചറിഞ്ഞ വൃന്ദയുടെ ഉടലാകെ ഒന്ന് വിറച്ചുപോയി. നീ എൻ്റെയാ വൃന്ദ, നിന്നിലുള്ളതെല്ലാം എൻ്റേതും. അതുപോലെ ഞാൻ നിൻ്റെയാ വൃന്ദ, നിന്നിൽ എനിക്കുള്ള സർവ്വ അധികാരങ്ങളും നിനക്കും എന്നിലുണ്ടാവും. അതിനാൽ തന്നെ നമ്മൾ തമ്മിലൊരു ഒളിയുടെയും മറയുടെയും ആവശ്യമില്ല. നിൻ്റെ ശരീരത്തിൽ ഇപ്പോഴുണ്ടായ ഈ മാറ്റം അതെനിക്കും കൂടെ അവകാശപ്പെട്ടതാ വൃന്ദ. അവൾക്കുള്ളിലെ ഭയം തിരിച്ചറിഞ്ഞെന്ന കണക്ക് അവൻ അവളെ നോക്കി ഓരോന്നും പറയവേ അവൻ പറഞ്ഞ വാക്കുകളിലെ അർത്ഥം ഗ്രഹിക്കെ അവളുടെ മുഖത്തേക്ക് നിമിഷ നേരം കൊണ്ട് രക്തവിരച്ചെത്തി. അവൾക്കെന്തോ അവനെ അഭിമുഖീകരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. അവളിലെ മാറ്റങ്ങളെല്ലാം അവനൊരു പുഞ്ചിരിയോടെ തൻ്റെ കണ്ണിൽ നിറച്ചു. അവൻ അവളിലെ മുഴുവൻ വസ്ത്രങ്ങളും അടർത്തി മാറ്റി കഴുകാനായി ബാസ്ക്കറ്റിലിട്ട ശേഷം അവളെ നന്നായി ഫ്രഷാക്കി ഒരു ടവൽ ധരിപ്പിച്ചുകൊണ്ട് റൂമിലാക്കി. എന്നിട്ട് അവളെ പുതുവസ്ത്രങ്ങൾ അണിയിപ്പിച്ചു. അതോടൊപ്പം തന്നെ മുഷിഞ്ഞ ബെഡ്ഷീറ്റും മറ്റും അവൻ അപ്പോൾ തന്നെ മാറ്റി മറ്റൊരു ബെഡ്ഷീറ്റ് വിരിച്ചിരുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെ തെല്ലൊരു കൗതുകത്തോടെ നോക്കി നിന്നിരുന്നു അവൾ. സർ. പെട്ടെന്ന് നീലിമ ഒരു ട്രേയുമായി അവിടേക്ക് രംഗപ്രവേശനം നടത്തി. ഹോട്ട് ബാഗ്. അവൻ നീലിമയെ നോക്കി അല്പം ഗൗരവത്തോടെ ചോദിച്ചു. എടുത്തിട്ടുണ്ട്. നീലിമ കയ്യിലിരുന്ന എല്ലാം അവന് കാട്ടിക്കൊടുത്തു. ഓക്കെ. അവനൊരു നെടുവീർപ്പോടെ അതും പറഞ്ഞുകൊണ്ട് അവൾ കൊണ്ടുവന്നതിൽ നിന്നും ഒരു ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. ഗ്ലാസിൻ്റെ മൂടി തുറന്നതും ഉലുവയുടെ മനം മടുപ്പിക്കുന്ന ഗന്ധം ആ റൂം ആകെ നിറഞ്ഞു. വൃന്ദ ഗ്ലാസ്സിലേക്ക് നിസ്സഹായയായി നോക്കി നിന്ന ശേഷം മുന്നിൽ നിൽക്കുന്നവരിലേക്ക് കണ്ണുകൾ പായിച്ചു. കുടിക്കും മേഡം. നീലിമ വൃന്ദയെ നോക്കി വളരെ ഭവ്യതയോടെ പറഞ്ഞു. ഈ കൊച്ചിനിത് എന്തിൻ്റെ കേടാ? പണ്ട് മുതൽക്ക് എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. അപ്പോഴാ അവളുടെ ഒരു ഉപദേശം. വൃന്ദ മനസ്സിൽ പറഞ്ഞു. വൃന്ദ. അതൊരലർച്ചയായിരുന്നു.
അതോടെ വൃന്ദ കയ്യിലെ ഗ്ലാസ് കാലിയാക്കി. ഗ്ലാസ് കാലിയാക്കി കഴിഞ്ഞ ശേഷം ഒമിറ്റ് ചെയ്യാനായി തയ്യാറെടുത്തവളെ കണ്ട് നീലിമ അല്പം പരിഭ്രമിച്ചു. രാഘവേന്ദ്രൻ അവൻ്റെ തൊട്ടരികിൽ നിന്നിരുന്ന നീലിമയെ കൂർപ്പിച്ചൊന്ന് നോക്കിയതും നീലിമ കൊണ്ടുവച്ച ട്രേയിൽ നിന്നും ഒരു പീസ് ശർക്കരത്തുണ്ടെടുത്ത് വൃന്ദയുടെ വായിലേക്ക് തിരികെ വെച്ചു. വായിലേക്ക് ഇരച്ചെത്തിയ മധുരത്തിൽ വൃന്ദയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അവൾ നന്ദിയോടെ കണ്ണുകൾ വിടർത്തി മുന്നിൽ നിന്നവരെ ഒന്ന് നോക്കിയതും അവൻ്റെ കരങ്ങൾ അവളെ അവൻ്റെ മാറോട് ചേർത്ത് നിർത്തിയിരുന്നു. രാഘവേന്ദ്രൻ്റെ കൈക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കുന്നവളെ കണ്ട് നീലിമയ്ക്ക് ഒരു വേള പാവം തോന്നിപ്പോയി. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, കണ്ടാൽ തന്നെ അറിയാം ഒരു സാധുവാണെന്ന്. ഈ പാവം പെൺകുട്ടി അറിയുന്നില്ലല്ലോ പുറത്തു നടക്കുന്ന കോലാഹലങ്ങളൊന്നും. ഈ കുട്ടിയൊന്ന് പുറത്തിറങ്ങിക്കിട്ടാൻ കാത്തിരിപ്പാണ് ഇവിടുത്തെ ചിലർ. ഈ കുട്ടിയെങ്ങാനും അവരുടെ കയ്യിൽ പോയി പെട്ട എൻ്റെ ദേവി, ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക. വൃന്ദയെ നോക്കി നിൽക്കെ തന്നെ നീലിമ ആ മാൻഷനിലെ മറ്റുള്ള ആൾക്കാരെ പറ്റിയോർത്ത് ഭയം പൂണ്ടു. ഗെറ്റ് ഔട്ട് നീലിമ! അവൻ്റെ അലർച്ച നീലിമക്ക് നേരെ പൊന്തി. ഓക്കെ ഓക്കെ സർ. രാഘവേന്ദ്രൻ്റെ അലർച്ചയിൽ നന്നായി ഭയന്നു പോയ നീലിമ കിട്ടിയ ജീവനുമായി പുറത്തേക്കൊരു ഓട്ടമായിരുന്നു. നീലിമ കൂടി പോയതോടെ രാഘവേന്ദ്രനോട് ചേർന്ന് നിന്നിരുന്ന വൃന്ദയിൽ ഭയമേറി. എൻ്റെ കൃഷ്ണ, ഇയാൾ എന്തിനാ കൊച്ചിനെ പറഞ്ഞുവിട്ടെ? ആ കുട്ടീൻ്റെ അരകിലുണ്ടായിരുന്നെങ്കിൽ വല്ലതും മിണ്ടിയും പറഞ്ഞ് സമയം നീക്കായിരുന്നു. വൃന്ദ നീലിമ പോയ വഴിയെ നോക്കി സ്വയം പരിഭവിച്ചു. നിന്റെ അരികിൽ ഞാൻ മാത്രം മതി വൃന്ദ. ഞാനും നീയും മാത്രമായ ഒരു ലോകം, അതാ എൻ്റെ ഡ്രീം. നീലിമ പോയ വഴിയെ നോക്കി ചുണ്ടുകൾ കുറിപ്പിച്ചു നിന്നിരുന്നവളെ ഇറുക്കെ പുണർന്നുകൊണ്ട് രാഘവേന്ദ്രൻ പറയുമ്പോൾ വിച്ചുവിൻ്റെ ഓർമ്മകളിൽ അവളുടെ ഉള്ളം നീറിപ്പുകയുന്നുണ്ടായിരുന്നു. ഒന്ന് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എനിക്കെൻ്റെ കുട്ടിയെ, അല്ലാതെ മറ്റൊന്നും ഈ ജന്മം എനിക്ക് വേണ്ടിയിരുന്നില്ല. അവളുടെ ഉള്ളം വിച്ചുവിൻ്റെ അഭാവത്തിൽ വല്ലാതെ തേങ്ങിപ്പോയി. കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. വൃന്ദ! അവളുടെ കണ്ണുനീർത്തുള്ളികൾ രാഘവേന്ദ്രൻ്റെ കരങ്ങളിലേക്ക് വീണു പതിച്ചതും അവനിൽ നിന്നൊരലർച്ച രൂപപ്പെട്ടു. ഇതേ നേരം രാഘവേന്ദ്രൻ്റെ മുഖത്തെ ക്രോധം വൃന്ദയിലെ കരച്ചിലിൻ്റെ ആക്കം കൂട്ടി. അത്രമാത്രം അവൾ അവനിലെ ആ ഭാവത്തെ ഭയക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. രാഘവേന്ദ്രൻ തൻ്റെ കണ്ണുകൾ അടച്ച് മുഷ്ടി ചുരുട്ടി തൻ്റെ ക്രോധത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വൃന്ദ അവനെ പേടിയോടെ നോക്കി തറഞ്ഞു നിന്നു പോയി. ഭയത്തിൻ്റെ ആധിക്യത്തിൽ അവളുടെ കണ്ണുകൾ നിർത്താതെ കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു. സോറി ഡിയർ, എനിക്ക് നിൻ്റെ ഈ കണ്ണുകൾ നിറയുന്നത് ഇഷ്ടമല്ല വൃന്ദ. ഇനി ഇത് ആവർത്തിക്കരുത്. രാഘവേന്ദ്രൻ തന്നെ പേടിയോടെ നോക്കി നിന്നിരുന്നവളെ തന്നിലേക്ക് വട്ടം ചുറ്റി ചേർത്തുകൊണ്ട് പറയവേ വൃന്ദ തൻ്റെ ഇരുമിഴികളും ഇറുക്കി അടച്ചുകൊണ്ട് അവൻ്റെ മാറോട് ചേർന്ന് അങ്ങനെ നിന്നുപോയി. വിച്ചു സുരക്ഷിതനാണ് വൃന്ദ, അതോർത്ത് നീ വെറുതെ വറീഡാവണ്ട. ഈ രാഘവേന്ദ്രന് വാക്കൊന്നേ ഉള്ളൂ. രാഘവേന്ദ്രൻ വൃന്ദയുടെ മനസ്സിലെ ഭയവും ആദിയും വ്യാകുലതയും മനസ്സിലാക്കിയെന്ന കണക്ക് സംസാരിക്കുമ്പോൾ അവൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുന്ന തൻ്റെ മിഴികൾ തെല്ലൊരു പകപ്പോടെ ചെമ്മി തുറന്ന് മുന്നിൽ നിന്നിരുന്നവനെ ഉറ്റുനോക്കി. ഐ ലവ് യു സോ മച്ച് വൃന്ദ. രാഘവേന്ദ്രൻ തന്നെ ഉറ്റുനോക്കി നിന്നിരുന്നവളുടെ കണ്ണിലേക്ക് തന്നെ ദൃഷ്ടിയൂന്നി നിന്നുകൊണ്ട് മൊഴിയുമ്പോൾ അവൾ അവനെ കാര്യം മനസ്സിലാവാതെ അല്പം സംശയത്തോടെ നോക്കി നിന്നുപോയി. അവളുടെ സംശയം മുറ്റിയ നോട്ടം അവനിൽ ഇത്തവണ ശരിക്കും പുഞ്ചിരി വിടർത്തി. വെറും 5ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാവുന്ന രീതിയിലാണോ ഞാനിപ്പോൾ അവളോട് സംസാരിച്ചത്? എൻ്റെ സംസാരം പാവത്തിന് ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടാവും. അതാവും എന്നെ ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുന്നത്. ഇന്നലെ നൈറ്റ് ജോൺ വഴിയാണ് വൃന്ദയുടെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റിയൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ മുതൽ ഉള്ളിലെ ഇഷ്ടത്തിൻ്റെ തോത് ഒന്നുകൂടെ വർദ്ധിച്ചു. കളങ്കമില്ലാതെ എന്നെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഇവൾക്ക് മാത്രമേ കഴിയൂ. എനിക്ക് അന്യമായതെല്ലാം എനിക്ക് പകർത്തു നൽകാൻ ഇവൾക്കാകും. രാഘവേന്ദ്രൻ ജോൺ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ട് വല്ലാത്തൊരിഷ്ടത്തോടെ അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് മനസ്സിലായി പറയവേ അവനിലെ ഭ്രാന്തമായ മാറ്റങ്ങൾ മുന്നിലെ മിററിൽ കൂടി കണ്ട് ഭയന്നു നിൽപ്പാണ് വൃന്ദ. തുടരും.